ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് പിസ്സയുടെ റെസിപ്പിയാണ് പറയുന്നത്. ഇത് വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റും. കുഞ്ഞുമക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി അവർക്ക് തന്നെ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഒരു ക്യാപ്സിക്കം വേണം, പിന്നെ ഒരു ടൊമാറ്റോയെ, ഒരു സവാള, മഷ്റൂം ഉണ്ടെങ്കിൽ 1-2 പീസ് മഷ്റൂം, പിന്നെ വേണ്ടിയത് മുസല്ല ചീസാണ്. ഇത്രയും കാര്യങ്ങളാണ് അത്യാവശ്യമായിട്ട് വേണ്ടിയത്. ഇതുകൂടാതെ നമ്മുടെ കയ്യിൽ ഒലിവ് ഒക്കെ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കൊച്ചു മക്കൾക്കൊക്കെ തന്നെ വേണമെങ്കിലും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. ഇതിനു വേണ്ടി നമുക്ക് ബ്രെഡാണ് വേണ്ടിയത്. പിന്നെ ക്യാപ്സിക്കം ഇങ്ങനെ ചെറുതായി അരിഞ്ഞെടുക്കാം. ഇതുപോലെ അരിഞ്ഞെടുത്ത ക്യാപ്സിക്കം നെടുകെ ഒന്നുകൂടെ അരിഞ്ഞ് കഴിയുമ്പോൾ ക്യാപ്സിക്കം ഇതുപോലെ നെടുകെ ഒന്നുകൂടെ അരിഞ്ഞ് എടുക്കുക. ഇനി സവാള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. പിന്നെ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി തക്കാളിയും അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 2 പീസ് മഷ്റൂം കൂടി എടുത്തിട്ടുണ്ട്. മഷ്റൂമും ഇതിനകത്തിലിടാൻ നല്ലതാണ്. അതും ചെറിയതായിട്ട് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒലിവ് കട്ട് ചെയ്തത് കയ്യിലുണ്ടെങ്കിൽ, ഇതൊക്കെ ഓപ്ഷണലാണ്, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇടാം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് നമുക്ക് ഒലിവ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 2 ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ സോസ്, നമ്മുടെ കയ്യിൽ ഏത് സോസാണോ ഉള്ളത്, ടൊമാറ്റോ സോസ് ആണെങ്കിൽ അത് മതി. ഞാനിവിടെ ചില്ലി സോസാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫ്ലെയിം ഇല്ലാതെയാണ് ഇരിക്കുന്നത്, സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്യണ്ട, അതില്ലാതെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. മസാല ചീസാണ്, അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ്, ഇങ്ങനെ എല്ലാ വെജിറ്റബിൾസും നമ്മൾ കുറേശ്ശെ ഇങ്ങനെ അത് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. ഈ സമയമൊന്നും ഫ്ലെയിം ഓൺ ചെയ്യണ്ട കേട്ടോ. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് ചീസ് കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. കുറച്ച് ചീസ് കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ 1 പീസ് ബ്രെഡ് കൂടെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെക്കണ്ട എങ്കിൽ 1 പീസ് മതി എങ്കിലും നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ 1 പീസ് ബ്രെഡ് കൂടെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് വീണ്ടും കുറേ ചീസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചീസും എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം മയണൈസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മയണൈസ് ഇതിൻ്റെ മുകളിൽ കുറച്ച് മയണൈസ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. മയണൈസ് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. മയണൈസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മയണൈസ് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ നമുക്ക് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം. വളരെ ലോ ഫ്ലെയിമിലാണ്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 5-6 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റുള്ള ഈ പിസ്സയെ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ബാക്കിയുള്ളതെല്ലാം ഞാൻ അതുപോലെ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇതാണ് ഈ ഒരു പിസ്സ എന്ന് പറയുന്നത്. ഈസിയുമാണ് തയ്യാറാക്കാനെ കൊണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിലും തന്നെ തയ്യാറാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ കമൻറ്റുകളും ലൈക്കുകളും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു.